ഇൻസ്റ്റന്റ് അപ്പം. അപ്പോൾ ഇൻസ്റ്റന്റ് അപ്പം ഇൻസ്റ്റന്റ് അപ്പത്തിന് കൂടി നമ്മൾ മേടിച്ചിട്ടില്ലല്ലോ, ഉണ്ടാക്കി ഇൻസ്റ്റന്റ് കൂടിയത് കഴിച്ചു നോക്കാം. മയോണ്ട് കേട്ടോ. പറയാ വീഡിയോ നോക്കിയാ മതി. സൂപ്പറല്ലേ? കൊടുക്കുന്ന നോട്ടല്ലേ കണ്ടുള്ളൂ. വായ വെച്ചേക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും കരുതിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അരിപ്പൊടിയോ അരി കുതിർത്തോ ഒക്കെ ഒന്നും ചെയ്യണ്ട കേട്ടോ. റവ എടുത്താൽ മതി. 1 കപ്പ് റവ, 1/2 കപ്പ് അവൽ, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 നുള്ളുപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവേ. ഇത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഒന്ന് കുഴച്ചെടുത്ത് വെക്കാം കേട്ടോ. ആ ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് ഈസ്റ്റ് ഇട്ടതൊക്കെ ഒന്ന് പെട്ടെന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ 1/2 കപ്പിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. പച്ചത്തേങ്ങയാണെങ്കിൽ നമുക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചത്തേങ്ങ ചേർക്കുന്നെങ്കിൽ ഇപ്പം ചേർക്കേണ്ടതാണ്. അതൊന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. ഇത് പൊടിയല്ലേ, പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. തേങ്ങ നമുക്കൊന്ന് അരച്ചതിന് ശേഷം ഈ പൊടി മിക്സ് ചെയ്ത് അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നല്ലതായിട്ട് കുതിർന്നിരിപ്പുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചത്തേങ്ങയാണെങ്കിൽ അരച്ചതിന് ശേഷം ഈ പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും, കാരണം കുതിർന്നിരുന്നതാണ്, പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമേ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇപ്പം ഇവിടെ നോക്കുന്നൊരു ചൂടുള്ള കാലാവസ്ഥയല്ലേ കേരളത്തിലൊക്കെ, അപ്പോൾ പെട്ടെന്ന് അത് പുളിച്ച് പൊങ്ങി കിട്ടും കേട്ടോ. ഇനിയും തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഒന്ന് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്കൊന്ന് വെച്ചാൽ മതിയേ. ഒത്തിരി ചൂടാവരുത്, ചെറിയൊരു ഹീറ്റാക്കിയതിന് ശേഷം വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്ക് പൊങ്ങി കിട്ടും കേട്ടോ. ഇതാ 1 മണിക്കൂർ, കറക്റ്റ് 1 മണിക്കൂർ ആയപ്പോഴത്തേന് നന്നായിട്ട് പൊങ്ങി ഇരിപ്പുണ്ട്. നല്ല പതഞ്ഞ് പൊങ്ങി ഇരിപ്പുണ്ട് കേട്ടോ. നല്ല അപ്പവേ, നല്ല രസമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പം കഴിക്കാനായിട്ടാണെങ്കിലും. അതുപോലെ തന്നെ ഇതിന് വലിയ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാവേ. പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിന് ആ റവയുടെ കളറുണ്ട്. നമുക്ക് അരിപ്പൊടി ഉണ്ടാക്കുന്ന ഒരു തൂവയുടെ കളർ ഉണ്ടാവില്ല. റവയുടെ ഒരു മഞ്ഞ കളർ, ചെറുതായിട്ടൊരു മഞ്ഞ കളറുള്ള അപ്പം കേട്ടോ ഇത്. കളർ ഇത്തിരി കുറഞ്ഞാലും നല്ല രുചികരമായ അപ്പം കേട്ടോ റവ കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ, പ്രത്യേകിച്ച് എല്ലാ വീട്ടിലും റവയും അവലൊക്കെ ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോളും ഷെയർ ചെയ്താൽ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം. താങ്ക് യു.